അപ്പൊ ഇന്നത്തെ പരിപാടി നല്ല കരിമീന് ഗ്രില്ലഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് ചേർക്കേണ്ട മസാലകള് എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ പാചകം ചെയ്യേണ്ടതെന്നുള്ള കാണുമല്ലേ. ഇതിന്റെ കൂട്ടത്തിലേ നമുക്കൊരു വരാലിന്റെ കുട്ടീനെ കിട്ടിക്കേ. അപ്പൊ ഇതിനെയും കൂടെ നമ്മള് ഇരുമീൻ്റെ അപ്പുറം വെച്ചും കഴിഞ്ഞ് ഗ്രില്ലടിക്കാൻ പോവാ. കരിമീൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനം ഒഴിവാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് കരിമീൻ്റെ മുകളിൽ ഇതേമാതിരി ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ചേർക്കണ മസാലകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി രണ്ട് ഭാഗവും വരഞ്ഞു കൊടുക്കുക. പിന്നെ അടുത്ത പരിപാടി നമ്മളെ മീനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഈ സാധനം ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഇത് മല്ലിച്ചപ്പ് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. പിന്നെ വേണ്ടിയത് ഫിഷ് മസാല, അതും കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒക്കെ പാകത്തിന് ഇട്ടെടുത്താൽ മതി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അത് ഇതേമാതിരി പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൂനാരങ്ങ നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ. പൂനാരങ്ങ പിഴിഞ്ഞെടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണമായിട്ട് മിക്സാക്കി കൊടുക്കുക. കംപ്ലീറ്റ് മസാലയും ജോയിൻ്റ് ആകണ വരെ നല്ലോണമായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പം മസാല കംപ്ലീറ്റ് ആയി അതേ പരുവത്തിൽ നല്ലതായിട്ട് മിക്സാക്കിയാൽ എടുക്കട്ടോ. ഇനി നമുക്കിത് മീനിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. കംപ്ലീറ്റ് മീനിൻ്റെ മുകളിലേക്ക് മസാല നല്ലോണം നമ്മൾ വരഞ്ഞിട്ട ഭാഗത്തേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടോ. ഉള്ളിലേക്ക് നല്ലോണമായിട്ട് ഇറങ്ങിക്കോട്ടെ. നല്ല മസാല കംപ്ലീറ്റ് ഇമര് മിക്സ് ആകും. കരിമീൻ്റെ കംപ്ലീറ്റ് ലേസം മസാല ഉള്ളിലേക്കു തേച്ചെടുത്തൊരു ഇട്ടോ. മസാല എത്രത്തോളം തേക്കണോ അത്രയും നമ്മൾക്ക് ഈ കരിമീൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. കംപ്ലീറ്റ് ഇതേമാതിരി തേച്ച് പിടിപ്പിക്കുക. അപ്പൊ മീനിൻ്റെ മുകളിൽ കംപ്ലീറ്റ് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ നമ്മളെ കരിമീൻ കംപ്ലീറ്റ് മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചതാ. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതേമാതിരില്ലേ ഒരു ഗ്രില്ല് ഏതാ കിട്ടണ ചായ എടുത്താൽ മതി. നമ്മളെ കൈമേൽ ഇപ്പം ഇതാ ഉണ്ട്. ഈ ഗ്രില്ല് എടുക്കുക, ഇതിൻ്റെ മുകളിലേക്ക് നിരത്തിയായിട്ട് വെച്ചെടുക്കുക.
നല്ല മസാലയിൽ കുളിച്ചങ്ങ് നിൽക്കുക. അതും വെച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കഴിഞ്ഞ് നമുക്ക് കണലിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. കണൽ സെറ്റാക്കണ പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ അതേമാതിരി ഒരു 4 ഓളോ ബ്രിക്സ് വെക്കുക. അതിൽ ചിരട്ടെ കരിയോ എന്തിട്ടാലും മതി. നമ്മളിപ്പോ കരി ഇല്ലാത്തത് കൊണ്ടാണ് ചിരട്ടിട്ട്. എന്തായാലും കണല വെച്ചാൽ മതി. കണലിലാണ് നമ്മളെ സാധനങ്ങൾ കംപ്ലീറ്റ് വേവിക്കാൻ പോകുന്നത്. ചിരട്ട കംപ്ലീറ്റ് കത്തിങ്ങാനി കണലയക്കിന് ഇട്ടോ. അതേ കോലത്തിൽ കണലാക്കി വെക്കുക. കണൽ എല്ലാ ഭാഗത്തേക്കും ഓളോബ്രിക്സിന്റെ എല്ലാ ഭാഗത്തേക്കും 4 മൂലയിലേക്കും കംപ്ലീറ്റ് ഒന്ന് നിരത്തി വെച്ചെടുക്കട്ടോ. ഇനി നമുക്ക് നേരത്തെ ഗ്രില്ലമ്മ കയറ്റി സെറ്റാക്കിയ കരിമീന് അതിൻ്റെ മുകളിലേക്കാണ്ട് വെച്ചെടുക്കുക. അതേമാതിരി സെൻറ്ററിലവിടെ വെച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ആയിക്കിട്ട് നമ്മൾ കണർമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് വെക്കുക. നല്ല നമ്മളെ ചേർത്ത മസാല ഒക്കെ നല്ലോണം ഉരുകി വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് വെക്കുക. അയ്യവാ നല്ല ബന്ധുക്കിട്ട് ഒരു ഭാഗം നല്ലോണം അത്യാവശ്യം ബന്ധുക്കിടുക. 5 മിനിറ്റ് ആയിട്ടുള്ള നല്ല ബന്ധുക്കിണ്. ഈ ഒരു 5 മിനിറ്റ് അസൈഡും വേവട്ടെ ഇട്ടോ. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് തിരിച്ച് വെച്ചിട്ട് ഇപ്പം 2 ഭാഗവും 5 മിനിറ്റോളം വെന്തിക്കണ്. ഒരു ഭാഗം നല്ല കണ്ടീഷനായിട്ട് അടിപൊളിയായിട്ട് വെന്തിക്കണ്. ഈ ഭാഗവും നല്ല വെന്തിക്കണ് ഇട്ടതാ. അടിപൊളിയായിട്ട് വെന്തിക്കണ്. അടിപൊളിയായിട്ട് വെന്തില്ലേ? കണ്ടീഷനായിട്ട് വെന്തിക്കിട്ടതാ. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ കരിമീന് കംപ്ലീറ്റ് നമ്മള് വേവിച്ച കരിമീന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കുന്നു കേട്ടോ. കുറച്ച് ഉള്ളിയൊക്കെ ഡിസൈൻ ചെയ്ത് നിൽക്കണതാ. ഇനി നമ്മൾ ഇത് അടുത്ത പരിപാടി ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ ഇതിന്റെ ടേസ്റ്റ് ഇപ്പം പറഞ്ഞുതരാം. അതേമാതിരി ഒരു നാരങ്ങ എടുക്കുക. ഇതിന്റെ മുകളിലേക്ക് നല്ലോണമായിട്ട് പീഞ്ഞങ്ങോട്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കുക. കംപ്ലീറ്റ് നാരങ്ങ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നല്ലതായിട്ട് പീയതാ. ഒരു 2 നാരങ്ങ എടുത്തോടി. 4 മീനുണ്ടല്ലോ. നല്ലതായിട്ട് നാരങ്ങന്റെ നീരും കൂടെ വന്നാലുണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് വേറൊരു ലെവലാ. ഐസോ എന്നാ എടീരി ടേസ്റ്റ് പറഞ്ഞു കൊടുക്കുക. എടീരി മീനൊക്കെ നല്ലോണം ബന്ധിക്കണ് ഇട്ടതാ. കണ്ടില്ലതാ നല്ല കണ്ടീഷനായിട്ട് ബന്ധിക്കണ്. ഐസോ ആട്ട് അത് തിന്നണട്ടോ. മുള്ളു വെക്കണേ. മുള്ളു വെക്ക്. കടിച്ചു മുറുക്കി നല്ലോണം ബന്ധിക്കണ് ഇട്ടതാ. അടിപൊളിയായിട്ട് ബന്ധിക്കണതാ. എല്ലാ ഭാഗവും നല്ല കണ്ടീഷനായിട്ട് ബന്ധിക്കണ്. ഇങ്ങോട്ട് ഐസോ അങ്ങോട്ട് നോക്കി പറ. സൂപ്പറല്ലേ? ഒന്നും പറയാനില്ല. അടിപൊളി ഇട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ഈ നാരങ്ങന്റെ നീരൊക്കെ കൊണ്ട് വരുന്നുണ്ടല്ലോ വേറെ ലെവല് സാധനം. ഒരു പീസും എടുക്കുക. ഇനി ചപ്പാത്തിയും പൊറാട്ടയും ഒന്നും പറഞ്ഞിട്ടോ. ഇത് ഇങ്ങനെ തന്നെ തിന്നണം. അടിപൊളി. മീനടിക്ക്. മീന് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.